നമസ്കാരം. അടുത്ത മാസം 11-ാം തീയതി ലോകമെമ്പാടും റമദാൻ വ്രതം ആരംഭിക്കുകയാണ്. എന്തായാലും ഈ വ്രതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഒരു വെടിനിർത്തൽ കരാർ ഗാസയിൽ നിലവിൽ വരും എന്നും 5 മാസത്തോടടുക്കുന്ന ഗാസയിലെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സുപ്രധാന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വൈകാതെ തന്നെ ആരംഭിക്കുന്നുമുണ്ട്. അടുത്ത തിങ്കളാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ചാര സംഘടനകളായ മുസാദിന്റെയും ഷിൻബത്തിന്റെയും നേതാക്കൾ ദോഹയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദോഹ ചർച്ചയിൽ ഈ പ്രധാനപ്പെട്ട ദോഹ ചർച്ചയിൽ ഹമാസിന്റെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം. കാരണം കഴിഞ്ഞ തവണ ഇതിനു മുന്നായി പാരീസിൽ ഒരു ചർച്ച നടന്നിരുന്നു. ആ പാരീസിലെ ചർച്ചയിൽ ഹമാസിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ കൂടി ഉണ്ടായിരിക്കും. അതിന് പുറമെ ഈജിപ്റ്റ്, ഖത്തർ, US എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ദോഹയിൽ നടക്കുന്ന ഈ ഒരു സമാധാന ചർച്ചയിൽ അല്ലെങ്കിൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ സജീവ പങ്കാളിത്തം വഹിക്കും. ഓരോ ദിവസവും ഒരു ബന്ദിയെ ഹമാസ് വിട്ടയക്കുക, പകരം ഇസ്രായേലിലെ ജയിലിലുള്ള പലസ്തീൻകാരെ വിട്ടയക്കുക എന്നീ ധാരണകളാണ് വരാൻ പോകുന്നത്. ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്നത്. തെക്കൻ ഗാസയിലെ റഫ നഗരത്തിൽ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മാത്രമല്ല ബന്ദി മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ സ്വന്തം പൗരന്മാരുടെ പ്രതിഷേധവും അങ്ങിങ്ങായി പൊട്ടിമുളയ്ക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്നുള്ള ഇസ്രായേലിന്റെ ആവശ്യം തങ്ങൾ ഒരിക്കലും അംഗീകരിച്ച് തരില്ല എന്ന നിലപാടിൽ തന്നെ ഹമാസ് ഉറച്ചു നിൽക്കുന്നുമുണ്ട്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിന്മാറണം, ഉപരോധം അവസാനിപ്പിക്കണം, അവശ്യ വസ്തുക്കൾ ഗാസയിൽ എത്തിക്കണം, ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻകാരെ മോചിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് ഹമാസ് വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നൊക്കെ ഇസ്രായേൽ വീണ്ടും പറയുന്നുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി, അതിനോടൊപ്പം ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടുള്ള സ്വന്തം പൗരന്മാരുടെ പ്രതിഷേധം എന്നിവ ഇസ്രായേൽ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ ഒരു യുദ്ധം 5 മാസത്തോടടുക്കുന്ന യുദ്ധം അവസാനിക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗം ഖത്തറിൽ നടക്കാൻ പോകുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.